ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് കാർബറേറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നാണ്. ഈ വണ്ടി നല്ല മിസ്സിങ്ങും കാര്യങ്ങളായിട്ട് വന്ന വണ്ടിയാണ്. അപ്പം ചെക്ക് ചെയ്തപ്പം കാർബറേറ്ററിലൊക്കെ ഫുള്ള് റസ്റ്റ് ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള വീഡിയോയിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കാൻ പോകുന്നത്. ആക്കി കാണിച്ചതാണ്. ഒരു കുത്തലുണ്ട്, ചെറുതായിട്ടൊരു മിസ്സിങ്, അതായത് ത്രോട്ട് കൊടുക്കുമ്പോൾ ചെറിയൊരു മിസ്സിങ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ടാങ്കൂല ഈ സൈഡിൽ ടാപ്പിൻ്റെ കണക്ഷൻ ഒഴിവാക്കാനുണ്ടോ. പെട്രോൾ ടാപ്പ് ഒന്ന് ഓഫ് ആക്കുക. ഈ കണക്ഷൻ അങ്ങോട്ട് റോസ് അങ്ങോട്ട് വലിച്ചാൽ ഇവിടെ ഒരു ടാങ്കിൻ്റെ ഒരു റോസ് വരുന്നുണ്ട്. ആ റോസിൻ്റെ കണക്ഷനും കൂടെ സൈഡ് ഒരു 10-ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. അത് ഈ സൈഡ് ഒരു ബോൾട്ട് വരുന്നുണ്ട്. അത് ലൂസാക്കി കൊടുത്താൽ ജസ്റ്റ് ലൂസാക്കി ബോക്സ് കൊണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റാറിൻ്റെ ഒരു സ്ക്രൂ ചെയ്തുണ്ട്. ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കാം. ലൂസാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 3 mm ഒരു അല്ലെങ്കിൽ ബോൾട്ടായിരുന്നു. അങ്ങോട്ട് ലൂസാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോസിൻ്റെ കണക്ഷൻ ഒഴിവാക്കുക. ഇവിടെ ഹോസ് കണക്ഷൻ അങ്ങോട്ട് ഒഴിവാക്കുക. കാർബറേറ്റർ കഴിഞ്ഞിട്ട് ടോട്ടലിൽ മറ്റേ ആക്സിലേറ്ററിൻ്റെ കേബിളത്. കേബിൾ കണക്ഷൻ റിമൂവ് ചെയ്യും. കയ്യിൽ കാർബറേറ്റർ നമ്മുടെ കയ്യിലുള്ള കാർബറേറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാം. ഈ ഹോസ് ഒന്ന് ജസ്റ്റ് ഊരിച്ചാളം മതി. ഈ കപ്പ് ദൂരാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സ്റ്റാറിൻ്റെ ബിറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ 8-ൻ്റെ ടീ ബോക്സിൽ ഇതാ ഈ ബിറ്റ് ഇട്ടിട്ട് ജസ്റ്റ് എന്താ വരുന്നുണ്ട്. അതാണ് വാക്വം മിസ്റ്റ് എന്ന് അറിയുന്ന സാധനം. വാക്വം മിസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഇതിൽ ചിലത് കുറേ റസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും വരും. ഇതിൽ ഉരഞ്ഞിട്ട് സ്ക്രാച്ച് വന്നാൽ ഈ വാക്വം മിസ്റ്റ് മാറ്റണം. 925 റുപ്യ ഇതിൻ്റെ റേറ്റ് വരുന്നത്. സ്ക്രാച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര കാർബറേറ്ററും ടാങ്കും ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല. സ്ക്രാച്ച് ഉണ്ടെങ്കിൽ ഇതിലിപ്പോൾ സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ നല്ല കുഴപ്പമില്ലാത്ത സാധനമാണ്. അങ്ങനെ സ്ക്രാച്ച് വന്നാൽ മാറ്റേണ്ടി വരും. 925 റുപ്യ ഇതിൻ്റെ റേറ്റ് വരും. അടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ കപ്പ് ഊരാൻ പോവാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള
റെസ്റ്റ് ഇളകി ചളി കാണുന്നുണ്ടാവും. ഇപ്പോൾ കപ്പൂരി ഉണ്ടെങ്കിൽ കറക്റ്റ് കാണാം. ഷോപ്പിംഗ് ഉള്ളിൽ കാണും ടാങ്കിലത്തെ റെസ്റ്റ് ഉള്ളിൽ കാണുന്നതാണ് ജെറ്റ് വരുന്നുണ്ട്. ആണ് പിന്നെ ഇവിടെ ഇതാണ് ട്യൂൺ ചെയ്യുന്നത്. ഇതാണ് കാർബറേറ്റർ ട്യൂൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണിത് ട്യൂൺ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചോദിക്കാം. പിന്നെ വരുന്ന ദൂരി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വരുന്നത് ഒരു വാഷർ ഇതിൻ്റെ ഉള്ളിൽ, പിന്നെ ഒരു ചെറിയൊരു സ്പ്രിങ്ങും വരുന്നുണ്ട്. വാഷർ ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എടുക്കണ്ട, പോവാതെ നോക്കണം. പിന്നെ 8-ൻ്റെ ടീ ഇട്ടിട്ട് അങ്ങോട്ട് വരും. ജെറ്റിൻ്റെ ഇവിടെ ഓറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. റബ്ബറിൻ്റെ ഓറിങ് വരുന്നുണ്ട്. ഓറിങ്ങൊന്നും പോകാൻ നോക്കണം, കാരണം പെട്രോൾ പിന്നെ ഓവർഫ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. നീഡിലുണ്ട്. ഇവിടെ ഒരു സ്ക്രൂ കൂടെ വരുന്നുണ്ട്. ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാണ്ട്. അപ്പോൾ ഉപയോഗിക്കുന്നത് റോസിൻ്റെ ടോട്ടൽ ബോഡീൻ്റെതാണ്. ടോട്ടൽ ബോഡി സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ബാക്കോട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത്
ഡസ്റ്റ്, അതായത് കറക്റ്റ് മറ്റേ ടാങ്കിലത്തെ റസ്റ്റ് ഇറങ്ങിയതിൻ്റെയാണ് കാണുന്നത്. ഇപ്പോൾ കുറച്ച് പെട്രോൾ ഒഴിവാക്കിയതിൻ്റെ കൂടെ ഉണ്ടേനും ജസ്റ്റ് ഒന്ന് ഇതാണ്. സെറ്റ് ചെയ്യാം. ആദ്യം കാർബറേറ്ററിലേക്ക് വാക്വം മിഷൻ സെറ്റ് ചെയ്യാം. വാക്വം മിഷൻ ഇടുമ്പോൾ ഇതാ കറക്റ്റ് ഇവിടെ ഒരു കണ്ടോ ഒരു കട്ടിങ് ഇല്ലേ, അത് ഈ കട്ടിങ്ങിൽ ഇറങ്ങണം കറക്റ്റായിട്ട്. ഇവിടെ ഒരു കട്ടിങ്ങിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങുന്ന ലെവലിൽ കറക്റ്റ് ഇതാണ് ഒരു ഇല്ല ഇറങ്ങണം കേട്ടോ കറക്റ്റ്. എന്നിട്ട് ഈ കപ്പ് ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു സ്പ്രിങ് വരുന്നുണ്ട്, ഈ സ്പ്രിങ് ആഡ് ചെയ്യും. കട്ടിങ് കറക്റ്റായിട്ട് ഇല്ല ഇറങ്ങണം.
മോഡൽ സ്ക്രൂ ആയിരുന്നു മുകളിൽ വരുന്നത്. അടുത്തത് ജെറ്റ്. ഇതാ സ്ക്രൂ. ഇതാ ഇവിടെ നമ്മൾ ഈ സ്പ്രിങ് ഇതിൽ വാഷർ വരുന്നുണ്ട്, ഉള്ളിൽ വാഷർ വരുന്നുണ്ട്. ചെറിയ സ്പ്രിങ് അതിലിടുക. ഇത് ട്യൂൺ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇതിലാണ്. സ്ലോ റണ്ണിങ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇല്ല ഇല്ല കപ്പിൻ്റെ അവിടെ ഓറിങ് വരുന്നുണ്ട്. ഈ ഓറിങ് ഒരാവശ്യം അരഞ്ഞോ ഉണ്ടെങ്കിൽ അരയ്യാ മീൻസ് പരന്നോ ഉണ്ടെങ്കിൽ ഈ ഓറിങ് മാറ്റണം കേട്ടോ. ഓറിങ് മാറ്റിയില്ലെങ്കിൽ ഇതിലൂടെ ലീക്കാവാൻ ചാൻസ് ഉണ്ട്. ഗ്യാപ്പ് കൂടെ പെട്രോൾ ലീക്കാവാനുള്ള ചാൻസ് ഉണ്ട്. ഇടുക. അതിൻ്റെ മുന്നേ ഒരു സ്ക്രൂ, ഒരു വാഷറും കട്ടിങ് വാഷർ വരുന്നുണ്ട് അതിൻ്റെ സൈഡ്. ഇത് കണ്ടല്ലേ വാക്കം മിഷ് ചെയ്യുമ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ ഇതില്ല പോകുന്നു. ഓക്കെ, ഇനി ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ത്രോട്ടലിൻ്റെ ആക്സിലേറ്റർ കേബിൾ ഫസ്റ്റ് ഇടുക. ഇട്ടതിന് ശേഷം ഫസ്റ്റ് ഈ ബാക്കത്തെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സിലേക്ക് ആദ്യം കൊടുക്കുക. ഒരു മീഡിയം ടൈറ്റ് മതി കേട്ടോ. നല്ല ഓവർ ടൈറ്റാണ് വരും. ഓസ് മുറിയാനുള്ള ചാൻസ് ഉണ്ട്.
കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ ഓസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് കട്ടിങ്ങിൻ്റെ ഇടയിൽ ലെഗ് കാണില്ലേ, കാർബറേറ്ററിൻ്റെ ആ ലെഗ് കറക്റ്റ് ആ കട്ടിങ്ങിൽ ഇറങ്ങുന്ന ലെവലിലാണ് ഈ കാണുന്നത്. ഇത് ടൈറ്റാക്കുക. ഇത് പർജ് വാൾവെന്ന് പോകുന്ന ഓസാണിത്. അത് കൊടുക്കുക. ഇത് VS4 വണ്ടി. VS3 വണ്ടികൾക്കൊന്നും ഇത് ഉണ്ടാവില്ല. VS4 വണ്ടികൾക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാവുള്ളൂ. ഓവർഫ്ലോൻ്റെ ഓസാണ് വരുന്നത് അടിയിൽ. അതായത് പെട്രോള് അതേമാതിരി റെസ്റ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഓവർഫ്ലോ ആവുന്ന ഓസ് ഇതിലൂടെയാണ് താഴത്തേക്ക് പോകുന്നത്. ഈ പെട്രോൾ ടാങ്കിലേക്ക് പോകുന്ന ഓസാണ് കാർബറേറ്ററിന്. അത് അങ്ങോട്ട് കണക്ഷൻ കൊടുക്കുക. ടാങ്കിലേക്ക് ടാപ്പിലേക്ക് പോകുന്നു ടാങ്കിൻ്റെ. പിന്നെ ഈ ഓസ് പിടിക്കാൻ ഈ കേബിൾ, ഇത് ആക്സിലേറ്റർ കേബിളാണ് കണ്ടല്ലേ. ഈ ആക്സിലേറ്റർ കേബിൾ ചില ടൈം ഇതാ ഈ ഹോളിലേക്ക് ഇറങ്ങാതെ ഇവിടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ കറക്റ്റ് ഇതിലേക്ക് ഇറങ്ങാൻ നോക്കുക. മുകളിൽ ഒന്ന് കാണിച്ചു കൊടുക്കും ഇങ്ങോട്ട്. ഇതാ ഇവിടെ കാണില്ലേ, ഈ ഹോളിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങണം. ചിലത് അങ്ങനെ നിന്നാളും. അപ്പോൾ വണ്ടി റേസ് ആവും. അത് കറക്റ്റ് ഇതിൻ്റെ ഇറക്കുക. ഇതാ ഇതിൻ്റെ മുകളിലാണ് പ്രവർത്തനം. പിന്നെ സ്ലോ റണ്ണിങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം. ഇതിലാണ് സ്ലോ റണ്ണിങ് ട്യൂൺ ചെയ്യുക. ഈ കാണുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കാർബറേറ്റർ ഫിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് ബോക്സ് കൊടുക്കുക. അങ്ങോട്ട് വോൾട്ടിടുക. ഇവിടുത്തെ ബോൾട്ട് ഊരേണ്ട ആവശ്യമില്ല. ഈ ബോൾട്ട് ലൂസാക്കിയാൽ മതി. കാരണം കട്ടിങ് ആണ് ഇവിടെ വരുന്നത്. ബാറ്ററി ബോക്സിൻ്റെ ഈ സൈഡ് കട്ടിങ് ആണ്. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ബോൾട്ട് ടൈറ്റ് ആക്കാൻ വേണ്ടി ഈ ഓസിൽ കണക്ഷൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാർബറേറ്ററിൻ്റെ പണി കഴിഞ്ഞു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കാർബറേറ്ററിൻ്റെ ക്ലീനിങ്ങായിട്ട് ബന്ധപ്പെട്ട്. ഇനി വരുന്നത് അടുത്തത് ടാങ്ക് ക്ലീൻ ചെയ്യണം. അത് അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്.